ഹായ് ഓൾ ഡാലി കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആർട്ട് സിൽക്കിൽ വരുന്ന സാരീസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സാരീസ് ആണ്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിലുമാണ് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ പിങ്ക് ടോണിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ ആർട്ട് സിൽക്കാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. കാരണം നല്ല ഭംഗി, വെയിറ്റ് കുറവാണ്. നല്ലൊരു ചെറിയൊരു ഗ്ലേസിങ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് നോർമൽ ഒരു മെറ്റീരിയലിനെക്കാളും കാണാനൊരു ഭംഗി ഉണ്ടാവും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് കൊടുത്തിട്ട് ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. അതുപോലെ നമുക്ക് വീട്ടിലൊന്ന് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ടോൺ. അതിലേക്ക് എല്ലാവർക്കും മാച്ചായി പോകുന്ന കളർ ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ബുട്ടയല്ല ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഇങ്ങനെ പോകുന്നത്. ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കളറിൻ്റെ എല്ലാം പീച്ചിൻ്റെ ഒക്കെ കോമ്പിനേഷനിൽ ഇങ്ങനെ വളരെ ചെറിയ 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 ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ടോപ്പിലേക്ക് ബോർഡർ വരുന്നില്ല, ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത്. പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. ലോവർ പാർട്ടിലേക്കാണ് വർക്ക് വരുന്നത്. ഇതുപോലെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്. അതുപോലെ അതിൻ്റെ ഫിനിഷിങ്ങിലെല്ലാം ഇത് പോയിന്റഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. എല്ലാം ഒരു ലൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ ബോർഡറിലേക്ക് ബോർഡർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് വീണ്ടും ഹെവി ആയിട്ടുള്ള ആ ഒരു ബോർഡർ വരുന്നത്. ഇതേണ്ടോ, നല്ല രസമായിട്ടുള്ള ആ ഒരു പോയിന്റഡ് എംബ്രോയിഡറി ആകുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കും. നല്ല ഭംഗിയാണത് കാണാൻ. എല്ലാ വർക്കിൻ്റെയും ഒരു ഔട്ട്ലൈൻ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്താണിയുടെ എൻഡ് വരെയും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ ഓൾ ഓവർ ബോർഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതിൻ്റെ പ്ലെയിൻ റണ്ണിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. കളർ ചാർട്ട് വരുന്നതും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ. 1149 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ്. ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൻ്റെ ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ ഷെയ്ഡുകളും എല്ലാവർക്കും ഒക്കെ മാച്ചായി പോകുന്ന കളർ ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക്. മുന്താണിയിൽ ഇങ്ങനെ വരുന്നു. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് എപ്പോഴും പോലെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലേക്ക്. എല്ലാം നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ബോർഡർ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ അടുക്കി കുത്തി വരുമ്പോഴൊക്കെ ഇങ്ങനെ വരും. നല്ല രസമായിട്ട് വരും ഒരു ബോർഡർ. ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പോയിന്റഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വർക്ക് തന്നെയാണ് കേട്ടോ. എന്താണ് ഇതാ ഇങ്ങനെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ചേർന്ന് പോകുന്ന കളർ ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. ബോർഡർ ഇതുപോലെ. മുന്താണി വരുന്ന ഇങ്ങനെ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. അടുത്ത നോക്കാം. അടുത്ത് വരുന്ന ഒരു പിങ്കിഷ് പീച്ച് കളറിലേക്ക് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ചെറിയ ഡിഫറൻസ്, അതിന്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നതുണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ടതിന്റെ ബോർഡർ ഡിഫറെന്റ് ആയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പോയിന്റഡ് എംബ്രോയിഡറി തന്നെയാണ് വരുന്നത്. പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് വരുന്നു. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ കാണാനായിട്ട്. ഫ്രണ്ട് പോർഷനിലേക്കാണ് ഹെവി ആയിട്ടുള്ള ഈ ഒരു ബോർഡർ വരുന്നത്. പിന്നീട് അങ്ങോട്ട് ബോർഡർ വരുന്നത് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടുള്ള ആ ഒരു പാറ്റേണിലേക്കാണ് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകൾ ബോഡിയിലേക്ക് പോകുന്നുണ്ട്. ഓൾ ഓവർ ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ. മുന്താണി വരെ ഇങ്ങനെ ആ ഒരു സെയിം ബോർഡർ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആണ് കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് സെയിം ആണ്. അടുത്ത നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ്. ഇങ്ങനെ നല്ല ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ബോർഡർ. ഇതിൻ്റെ അകത്ത് ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്ന ആ ഒരു പോയിന്റഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന സിൽവർ ജെറി വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് കണ്ടതിനകത്ത് ത്രെഡ് ആയിരുന്നു. ഇതിനകത്ത് സിൽവർ ജെറിയാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന വർക്ക്. ബാക്കി എല്ലാം സെയിം തന്നെ. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരും. അടുത്ത നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ. ഇതിലേക്ക് ത്രെഡ് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പോയിന്റഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ത്രെഡ് എംബ്രോയിഡറി ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിനകത്ത് സിൽവർ ജെറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം വരുന്നുണ്ട്. മുന്താണി വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1149 ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇത് നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.